നമ്മുടെ ഓണം സീരീസിൽ ഇന്നത്തെ റെസിപ്പി സദ്യകളിൽ സൈഡ് കറികളിൽ ഒന്നായ നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് മത്തങ്ങ വൻപയർ എരിശ്ശേരി. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ മത്തങ്ങ തൊലി കളഞ്ഞ് വലിയ ക്യൂബ്സായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് വേകാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി അല്ലി, 1/4 സ്പൂൺ ജീരകം ഇത്രയും നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. നമുക്കിനി വേണ്ടത് വൻപയറാണ്. വൻപയർ ഞാനിവിടെ കുക്കറിലിട്ട് 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങൾ വേകാൻ വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഇവിടെ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൻപയർ തലേദിവസം കുതിരാനായി വച്ചിട്ടുണ്ടായിരുന്നു. കുതിരാൻ വയ്ക്കാതെയാണ് നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതെങ്കിൽ 4 വിസിലെങ്കിലും വേണ്ടിവരും. ഈ സമയത്ത് നേരത്തെ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി ബാക്കി തേങ്ങ അരപ്പും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് കറി കുറുകി വരണം. ഇവിടെ ഇപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നല്ലതുപോലെ തന്നെ ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.